ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിലായിട്ട് 2 നെറ്റ്വർക്കിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ നെറ്റ്വർക്കിൻ്റെ ബേസിക് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്ര ടൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതായിരുന്നു പറഞ്ഞു നിർത്തിയത്. നെറ്റ്വർക്കുകളെ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മെയിനായിട്ട് 5 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. എന്തൊക്കെയാണ് ഈ നെറ്റ്വർക്കുകളുടെ പ്രത്യേകതകൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാൻ എന്ന് ചുരുക്കി വിളിക്കാം. എ ലാൻ ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് എമോങ് കമ്പ്യൂട്ടർ ഡിവൈസസ്, യൂഷ്വലി വിത്ത് ആൻ ഓഫീസ്, ബിൽഡിംഗ് ഓർ ഹോം. ഇത്രയേ ഉള്ളൂ. ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഇരിക്കുന്ന 2ൽ കൂടുതൽ വരുന്ന സിസ്റ്റങ്ങളെ, കമ്പ്യൂട്ടറുകളെ നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് എനിക്കൊരു ഓഫീസുണ്ട്. എൻ്റെ ഓഫീസിൽ ഒരു 10 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ഈ 10 കമ്പ്യൂട്ടറിനെ ഞാൻ എന്ത് ചെയ്തു? കണക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക പരസ്പരം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്കൊരു ലാൻ എന്ന് വിളിക്കാം. അതൊരു ഏരിയ ഉണ്ട് അല്ലേ? ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു റൂമോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമോ അല്ലെങ്കിൽ നമ്മുടെ വീടോ എന്തെങ്കിലും ആകാം. ഒരു പരിമിതമായ ഒരു ഏരിയയ്ക്കുള്ളിലാണ് നമ്മൾ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അത്തരം നെറ്റ്വർക്കിനെ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. ആ നെറ്റ്വർക്കിലിരിക്കുന്ന സിസ്റ്റങ്ങൾ തമ്മിൽ മാത്രമേ ഡാറ്റകളും ഫയലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലാൻ enable the sharing of resources such as files or hardware devices that may be needed by multiple users. അതിൻ്റെ അർത്ഥം എന്താണ്? ലാൻ എന്തിനാണ്? നമുക്ക് ഈ ഫയലുകളും അതേപോലെ തന്നെ ഹാർഡ്വെയർ ഡിവൈസുകളൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണത് ഷെയറിങ് നടക്കുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് ഒന്ന് നോക്കി നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ലാൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു PC ഉണ്ട്. ഇതാണ് എൻ്റെ PC. ഇവിടെ എനിക്ക് വേറൊരു PC ഉണ്ട്. ഇതൊരു ഓഫീസാണ്. അപ്പോൾ ഒരു ഓഫീസിനകത്ത് ഏകദേശം ഒരു 4 കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. 4 or 5 കമ്പ്യൂട്ടർ ഇരുന്നോട്ടെ. അപ്പം 5 കമ്പ്യൂട്ടർ ഉണ്ട്. ഇതിന് ഞാൻ ഒരു ലാൻ ആക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വെച്ചു? ഒരു ഡിവൈസ് വെച്ചു. ഡിവൈസ് എന്താണ്? സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസ് വെക്കണം അല്ലേ? അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നൊരു ഡിവൈസിനെ ഞാൻ കണക്ട് ചെയ്തു. ഈ പീസുകളിൽ നിന്നെല്ലാം സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്തായി മാറി? ഒരു ലാനായി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലാനായി മാറി. അപ്പോൾ ഇതാണ് ഒരു ലാനിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ലാനിൻ്റെ എക്സാമ്പിൾ എഴുതി. ഇനിയിപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ഒരു CD ഡ്രൈവ് ഉണ്ടെന്ന് വിചാരിക്കുക. ബാക്കിയുള്ളതിലൊന്നും CD ഡ്രൈവ് ഇല്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ CD ഡ്രൈവ്. അപ്പോൾ ഇവർക്ക് ഇവരുടെ കയ്യിലൊരു ഡിസ്ക് ഉണ്ട്. ഇവരുടെ കയ്യിലൊരു ഡിസ്ക് കിട്ടി. ആ ഡിസ്ക് ഇവർക്ക് ഇടണം. പക്ഷേ ഈ കമ്പ്യൂട്ടറിൽ എന്തില്ല? CD ഡ്രൈവ് ഇല്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ CD ഡ്രൈവ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്കിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ ഡ്രൈവിൽ CD ഇട്ട് കഴിഞ്ഞാലും അവർക്ക് ഇവരുടെ ഈ മോണിറ്ററിൽ എന്ത് ചെയ്യാം? അത് ആക്സസ് ചെയ്ത് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഫയലുകളും ഫോൾഡറുകളും റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലാനിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുക. ഇതാണ് ഒരു ലാൻ. അപ്പോൾ ലാനിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ എന്താണ് ഒരു റൂമിലോ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു റൂമിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലോ അവിടെ ഇരിക്കുന്ന സിസ്റ്റങ്ങൾ തമ്മിൽ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു ലാൻ എന്ന് വിളിക്കുക. ആ സിസ്റ്റങ്ങൾ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതാണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ലാനിൽ മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 255 ആണ്. 255 255 കമ്പ്യൂട്ടറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലാനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ലാനിന് ഒരു എക്സാമ്പിളായിട്ട് റിസോഴ്സുകളൊക്കെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ലാൻ എന്താണ് എന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തൊരു പോയിൻ്റാണ്, ഈസ് ലിമിറ്റഡ് സൈസ് ടിപ്പിക്കലി സ്പാനിങ് എ ഫ്യൂ 100 മീറ്റേഴ്സ് ആൻഡ് നോ മോർ ദാൻ എ മൈൽ. വളരെ ചെറിയൊരു ഏരിയയ്ക്കായിരിക്കും, ഏകദേശം ഒരു 100 മീറ്റർ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ഏരിയ ആയിരിക്കും. ഒരു മൈലിൻ്റെ മുകളിലൊന്നും എന്തുണ്ടാവില്ല, ദൂരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്താണ് അടുത്തത്, നാലാമത്തെ പോയിന്റ്, റിക്വയർ ലിറ്റിൽ വയറിംഗ് ടിപ്പിക്കലി എ സിംഗിൾ കേബിൾ കണക്റ്റിംഗ് ടു ഈച്ച് ഡിവൈസ്. കുറച്ച് വയറിംഗ് ആവശ്യമാണ്. എല്ലാ ഡിവൈസുകളിലോട്ടും ഒരു സിംഗിൾ കേബിൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ലാൻസ് ക്യാൻ ബി എയ്തർ വയേർഡ് ഓർ വയർലെസ്. ലാൻ നമുക്ക് രണ്ട് രീതിയിൽ സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യാം. ഒന്ന് വയേർഡ് ആയിട്ടും കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടും കണക്ട് ചെയ്യാം. ടിസ്റ്റർ പെയർ കേബിൾ, കൊയാക്സിയൽ ഓർ ഫൈബർ ഒപ്റ്റിക് കേബിൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ വയേർഡ് ലാൻ. വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ടിസ്റ്റർ പെയർ കേബിളോ അല്ലെങ്കിൽ കൊയാക്സിയൽ കേബിളോ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിളുകളോ ഉപയോഗിച്ചിട്ട് നമുക്ക് സിസ്റ്റങ്ങളെ കണക്ട് ചെയ്തൊരു ലാൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ലാൻ ആർ കേപ്പബിൾ ഓഫ് വെരി ഹൈ ട്രാൻസ്മിഷൻ റേറ്റ് 100 MB/s to 1 GB/s. ലാനിൽ നല്ല ട്രാൻസ്മിഷൻ റേറ്റ് ഉണ്ട്. ഒരു പീസിൽ നിന്ന് അടുത്ത പീസിലോട്ട് ഡാറ്റകൾ അയക്കുമ്പോൾ 100 MB/s മുതൽ 1 GB/s വരെ നമുക്ക് എന്ത് കിട്ടും, ഡാറ്റകളുടെ സ്പീഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. എന്താണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്? എ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ ലാർജ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് യൂഷ്വലി സ്പാൻ എ സിറ്റി ഓർ എ ലാർജ് ക്യാമ്പസ്. എന്ന് വെച്ചാൽ ഒരു വലിയൊരു നെറ്റ്വർക്കാണ്, അതിനെയാണ് നമ്മൾ ശരിക്കും മാൻ എന്ന് വിളിക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് മാനിനൊക്കെ നമ്മൾ സാധാരണ എക്സാമ്പിൾ പറയാറുള്ളത്, ഒരു മാൻ നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ നമ്മളൊരു മാൻ എക്സാമ്പിളായിട്ട് പറയാം. കാരണം എൻ്റെ നാട്ടിൽ ഏഷ്യാനെറ്റിൻ്റെ കേബിൾ TV ഉണ്ടെന്ന് വിചാരിക്കുക, ACV, ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ ആണെങ്കിൽ അത് എൻ്റെ നാട്ടിലെ ഒരു സ്ഥലത്തു നിന്നായിരിക്കും ആ ACV എൻ്റെ നാട്ടിലെ എല്ലാവർക്കും കണക്ഷൻ ഉണ്ടാവുക, അല്ലേ? അതിലൊരു പ്രാദേശിക ചാനലൊക്കെ ഉണ്ടാവും, എന്ന് വെച്ചാൽ ലോക്കൽ ചാനൽ ഉണ്ടാവും. ആ ഒരു ചാനൽ എൻ്റെ ആ ഒരു പ്രദേശത്ത് മാത്രം, ആ ഒരു കേബിൾ കണക്ഷൻ ഉള്ളവർക്ക് മാത്രമേ ആ ഒരു ചാനൽ കിട്ടുകയുള്ളൂ. കാരണം എന്താണ്, അത് അവരുടെ ലോക്കൽ നെറ്റ്വർക്കാണ്. ആ ഒരു പ്രദേശത്ത് അവരുടെ നെറ്റ്വർക്ക്, അവർ കേബിൾ വലിച്ച് അവരുടെ നെറ്റ്വർക്കാണ്, ആ കണക്ഷനാണ് എല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അവർ അതിലൂടെ വിടുന്ന, ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വിടുന്ന ചാനൽ നമുക്ക് എല്ലാവർക്കും കിട്ടും, അല്ലേ? അങ്ങനെ ഒരു സിറ്റിക്കുള്ളിലോ ഒരു ടൗണിനകത്തോ നമ്മൾ സിസ്റ്റങ്ങളെ തമ്മിൽ, അവിടെ ഇരിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം, ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. എ മാൻ ഈസ് ഒപ്റ്റിമൈസഡ് ഫോർ ലാർജർ ജിയോഗ്രഫിക്കൽ ഏരിയ ദാൻ എ ലാൻ. ലാനിനേക്കാൾ എന്ത് വരുന്നുണ്ട്, കുറച്ച് വലിപ്പം കൂടുതലാണ്. ഒരുപാട് ബിൽഡിങ്ങുകളും സിറ്റികളും ഒക്കെ അടങ്ങിയതായിരിക്കും ഒരു മാൻ എന്ന് പറയുന്നത്. എ മാൻ മൈറ്റ് ബി ഓണഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ എ സിംഗിൾ ഓർഗനൈസേഷൻ ബട്ട് ഇറ്റ് യൂഷ്വലി വിൽ ബി യൂസ്ഡ് മെനി ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻസ്. ഒരു ലാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഓർഗനൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെനി ഇൻഡിവിജ്വൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷനൊക്കെ കൂടിയിട്ടായിരിക്കും ഒരു മാൻ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ്, എ മാൻ ഓപ്ഷൻ ആക്ട് ആസ് എ ഹൈ സ്പീഡ് നെറ്റ്വർക്ക് ടു അലോ ഷെയറിംഗ് ഓഫ് റീജിയണൽ റിസോഴ്സസ്. ഹൈ സ്പീഡ് നെറ്റ്വർക്കാണ് മാൻ, ഒരു ഏരിയയ്ക്കുള്ളിൽ ഒരു ഹൈ സ്പീഡ് നെറ്റ്വർക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ്, എ മാൻ ടിപ്പിക്കലി കവേഴ്സ് ഏരിയ ബിറ്റ്വീൻ 5 and 15 കിലോമീറ്റർ ഡയാമീറ്റർ. 5 അല്ലെങ്കിൽ 50 ഒക്കെ ഡയാമീറ്ററിൻ്റെ അകത്തായിരിക്കും ഒരു ലാന് കവർ ചെയ്യുന്നുണ്ടാകുക. മാൻ എക്സാമ്പിൾ എന്താണ്, ടെലിഫോൺ കമ്പനി നെറ്റ്വർക്ക് ദാറ്റ് പ്രൊവൈഡ് ഹൈ സ്പീഡ് DSL ടു കസ്റ്റമേഴ്സ് ആൻഡ് കേബിൾ TV നെറ്റ്വർക്ക്. ഇത് ഞാൻ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇത്തരം നെറ്റ്വർക്കിനെയാണ് നമ്മളൊരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. അടുത്തൊരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വാൻ കവേഴ്സ് എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് എ കൺട്രി, കോണ്ടിനെൻറ്റ് ഓർ ഈവൻ വോൾ ദ വേൾഡ്. ലോകത്തെല്ലായിടത്തുള്ളൊരു നെറ്റ്വർക്ക്. എക്സാമ്പിളായിട്ട് നമുക്ക് എന്താണ്, ഇൻ്റർനെറ്റ്. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഞാൻ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തു. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഓസ്ട്രേലിയയിലായിരുന്നു. ആ സുഹൃത്തിൻ്റെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തു. ലോകത്ത് മുഴുവനുള്ള ഒരേ ഒരു നെറ്റ്വർക്കാണ് ഇത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും എന്തായി, ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിലായി. അതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. അത്തരം നെറ്റ്വർക്കുകൾ നമുക്ക് എന്ത് വിളിക്കാം, വാൻ എന്ന് വിളിക്കാം. എ വാൻ ഈസ് 2 or more LANs കണക്റ്റഡ് ടുഗദർ. വാൻ എന്ന് പറയുന്നത് 2 or 2-ലധികമോ ലാനുകളെ പരസ്പരം കണക്ട് ചെയ്താൽ. ദ ലാൻ ക്യാൻ ബി മെനി മൈൽസ് എ പാർട്ട്. ദൂരെ ഇരിക്കുന്ന ലാനുകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്താലും അതിന് നമുക്ക് എന്ത് വിളിക്കാം, വാൻ എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് എനിക്കിവിടെ ഒരു ലാൻ ഉണ്ട്. ഇതാണ് എൻ്റെ ലാൻ. എൻ്റെ ലാനിൽ ഏകദേശം ഒരു 20 കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. 20 കമ്പ്യൂട്ടർ ഉണ്ട്. ഈ ലാൻ ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. എനിക്ക് വേറൊരു സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ ഒരു ലാൻ ഉണ്ട്. അവിടെ ഒരു ഓഫീസുണ്ട്, അവിടെയും ഒരു ലാൻ ഉണ്ട്. ഇന്ത്യയിൽ ലാൻ 1, ഓസ്ട്രേലിയയിൽ ലാൻ 2. ഇവിടെ ഒരു 30 കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്. ഇത് ഓസ്ട്രേലിയയിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഈ 2 ലാനുകളെ തമ്മിൽ ബന്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഇന്ത്യയിലെ ലാനിൽ നിന്നൊരു കേബിൾ എടുത്തിട്ട് ഓസ്ട്രേലിയയിലെ ലാൻ വരെ സ്വന്തമായിട്ട് വലിക്കാനുള്ള പെർമിഷനൊന്നുമില്ല. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കുമായിട്ട് ഞാൻ എൻ്റെ ലാനിന് എന്ത് ചെയ്യേണ്ടി വരും, കണക്ട് ചെയ്യേണ്ടി വരും. എൻ്റെ ലാനിനെ ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യുന്നു, ഈ ലാനിനെ ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റർനെറ്റ് വഴി ഈ 2 ലാനുകൾ തമ്മിൽ പരസ്പരം കണക്റ്റ് ആവുന്നു. നമുക്ക് ആ നെറ്റ്വർക്കിന് എന്ത് വിളിക്കാം, വാൻ എന്ന് വിളിക്കാം. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ ലാൻ ഉണ്ടായിരുന്നു, വാൻ ഉണ്ടായിരുന്നു, മാൻ ഉണ്ടായിരുന്നു. നമുക്കിനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്ത നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കും. എ പാൻ ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് എമോങ് കമ്പ്യൂട്ടേഴ്സ് and computer devices including telephone is close proximately around a few meters within a room. ഒരു റൂമിനകത്തിരിക്കുന്ന കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിവൈസുകളും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെയാണ് നമുക്ക് പാൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ ദ ഡിവൈസ് ദംസെൽഫ് ഫോർ എ കണക്റ്റിംഗ് ടു എ ലാർജ് നെറ്റ്വർക്ക് സച്ച് ആസ് ദ ഇൻ്റർനെറ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രിൻ്റർ ഉണ്ട്. ഞാൻ എൻ്റെ പ്രിൻ്ററിനെ എൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു. എൻ്റെ കയ്യിലൊരു ബ്ലൂടൂത്ത് വാച്ച് ഉണ്ട്. ആ വാച്ചിനെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നെറ്റ്വർക്ക് നമ്മുടെ റൂമിനകത്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമുക്ക് എന്ത് വിളിക്കാം, ഒരു പാൻ എന്ന് വിളിക്കാം. ദിസ് ഡിവൈസ് മേ ഓർ മേ നോട്ട് ബിലോങ് ടു ദ പേഴ്സൺ ഇൻ ക്വസ്റ്റ്യൻസ്. ടു റീച്ച് ഓഫ് എ പാൻ ഈസ് ടിപ്പിക്കലി എ ഫ്യൂ മീറ്റേഴ്സ്. കുറച്ച് അകലേ ഉണ്ടാവുള്ളൂ സാധാരണ ബ്ലൂടൂത്തൊക്കെ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. A personal area network PAN is a computer network used for communicating among the computer device including telephone. ഞാൻ നേരത്തെ ആ ഒരു പറഞ്ഞ പോയിന്റ് തന്നെയാണ് വീണ്ടും എഴുതിയിരിക്കുന്നത്. അപ്പോൾ പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും തമ്മിൽ കണക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ വയർലെസ് മൗസൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുക, അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. ഇത്രയാണ് 5 ടോപ്പോളജി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത സെക്ഷനിൽ നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണ്, എങ്ങനെയാണ് നമുക്കൊരു ലാൻ ക്രിയേറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങളുമായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.